കലാലയമാകുന്ന മദ്രസയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുന്നത്, ആ പ്രാർത്ഥനക്ക് റബ്ബ് ഉത്തരം തരാതിരിക്കുമോ? ആ കാരണം കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നത്. ആ ഒരു തെറ്റും ചെയ്യാത്ത കുട്ടികളുടെ കരങ്ങൾ നീട്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനക്ക് പലപ്പോഴും ചില കുട്ടികൾ എത്താറില്ല. ഉമ്മമാരെ ഒന്നാലോചിക്കണം, നിങ്ങൾക്ക് വേണ്ടേ ആ പ്രാർത്ഥന? ഞാനിതിപ്പോൾ പറയാൻ ഉദ്ദേശിച്ചതിന്റെ പിന്നിലുള്ള രഹസ്യവും അത് തന്നെയാണ്. പലപ്പോഴും 4-5 കുട്ടികൾക്ക് ഒരു ദിവസവും ഒരൊറ്റ ദിവസവും ദുആക്ക് ഇവിടെ എത്താൻ കഴിയുന്നില്ല. 10 മിനിറ്റോ 5 മിനിറ്റോ വൈകിട്ടാണ് ഈ കുട്ടി വരുന്നത് എങ്കിൽ ഈ കുട്ടി വാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ, ഉമ്മക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ, നിങ്ങളുടെ കുട്ടി റോട്ടിലൂടെ നടന്നു വരികയാ. ഒരു 5 മിനിറ്റ് നിങ്ങളുടെ കുട്ടിയെ മുമ്പ് അയച്ചാൽ, ഉമ്മ നിനക്ക് രോഗം വരാതിരിക്കാൻ, പെങ്ങളെ നിങ്ങൾക്ക് രോഗം വരാതിരിക്കാൻ, വാപ്പാ സഹോദരാ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും നേരിടാതിരിക്കാൻ, നിങ്ങളുടെ മക്കളുണ്ടല്ലോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ സദസ് എന്ന് പറയുന്ന മദ്രസ കലാലയത്തിന്റെ മുമ്പിൽ വെച്ച് ഏക സ്വരത്തിൽ റബ്ബിനോട് ഉച്ചരിച്ച് പാടി പറയുമ്പോ നിങ്ങൾ അനുഗ്രഹദാതാക്കളിൽ പെട്ടവരായി മാറും. അല്ലാഹു തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പറഞ്ഞു വരുന്നത്, രോഗമുള്ള സമയത്ത് റബ്ബ് തആല നമ്മുടേതായ പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് നൽകുന്നു. മറ്റൊരു സമയമാണ് വഫീ ഔഖാതിൽ ഇൽതിറാർ, ഒരു മനുഷ്യൻ കുടുങ്ങിയ സമയം, ഒരു മനുഷ്യൻ കെണിഞ്ഞു പോയ സമയം. എത്രയാളുകളാണ് കള്ളകേസിൽ അകപ്പെട്ടവര്, എത്രയാളുകളാണ് പണം കൊടുത്ത് തിരിച്ചു കിട്ടാതെ വേവലാതി പറയുന്നവർ, എത്രയാളുകളാണ് മകളെ കെട്ടിച്ചയച്ച് അതിന്റെ പരിണാമം അവിടുന്ന് ഖേദിക്കുന്നവർ. അവൻ കുടിയനാണ്, കഞ്ചാവിന്റെ ആളാണെന്നും പറഞ്ഞ് അതെല്ലാം ചെലവിന് നോക്കുന്നില്ല. ഇബാദത്തിന്റെ കാര്യം അവനിക്ക് തീരെ ശ്രദ്ധയില്ല. അവനാണെങ്കിൽ പേരിനൊരു ഭർത്താവെന്ന് മാത്രമെന്നൊക്കെ പറഞ്ഞ് പ്രയാസത്തിന്റെ പടുകുഴിയിലെത്തി എത്രയാളുകളുണ്ട്. ആ സമയത്ത് റബ്ബിനോട് മനസ്സ് തുറന്നൊന്ന് പ്രാർത്ഥിക്കണം. ആളുകളോട് സങ്കടം പറയാൻ മാത്രം നീ വിധിക്കപ്പെട്ടയാളാവാൻ പറ്റില്ല. റബ്ബിനോടങ്ങ് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. റബ്ബിനോട് ഇരുകരവും നീട്ടിക്കൊണ്ട്, റബ്ബേ വല്ലാത്ത പ്രയാസത്തിലാണ്, വല്ലാത്ത പരീക്ഷണത്തിലാ, വെപ്രാളത്തിലാണ്, ദാരിദ്ര്യത്തിലാ, രോഗത്തിലാണ്, കെണിവലയിലാണ്, കേസിലാണ്, കുടുക്കിലാണ് എന്നും പറഞ്ഞുകൊണ്ട് റബ്ബിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ റബ്ബ് തആല പറയുന്നു, ഫഇന്നീ ഖരീബ്, ഞാൻ നിങ്ങളോട് അടുത്തുള്ളവനാണ്, ഞാൻ നിങ്ങളുടെ സമീപത്തിലാണുള്ളത്. എന്നോട് നിങ്ങൾ ചോദിക്കൂ, നിങ്ങൾക്ക് ഞാൻ വേണ്ടുന്നത് തരാമെന്ന് അല്ലാഹുവാകുന്ന നമ്മയൊക്കെ സർവമാന സമയങ്ങളിലും അനുഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ വേണ്ടുന്ന രൂപത്തിലൂടെ നിയന്ത്രിക്കുന്ന റബ്ബ് തആല പറഞ്ഞിട്ടും നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലയല്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിർത്തുന്നു. സമയം നീണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു ദിവസം ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോ എന്റെ മുമ്പിൽ ഒരു കുട്ടി ഭക്ഷണം കഴിക്കുന്നു. ആ കുട്ടിയതാ മറ്റുള്ള കുട്ടികളൊക്കെ ഭക്ഷണം കഴിക്കുമ്പോ ഈ കുട്ടിയുടെ ഒരൊറ്റ ഒരു ഭക്ഷണം അവിടുന്ന് ഇത്തരത്തിലുള്ള വിഭവത്തിന്റെ ഭക്ഷണങ്ങൾ ഒന്നും തൊടുന്നില്ല. അവിടെ ചിക്കൻ കബാബുണ്ട്, മറ്റുള്ള ഭക്ഷണങ്ങളൊക്കെയുണ്ട്, ആഡംബര ഭക്ഷണമുണ്ട്, കുട്ടി തൊടുന്നില്ല. സാധാരണ കഞ്ഞിയെടുത്ത് അതിന്റെ സാധാ ഒരു വെള്ളം പോലെയുള്ള ഒരു കറിയെടുത്ത് ഇങ്ങനെ കുഴച്ച് തിന്നുകയാണ്. മോനോട് ഞാൻ ചോദിച്ചു പോയി, എന്തേ നീ അത്തരത്തിലുള്ള ഒരു കാര്യവും എടുക്കുന്നില്ല? എന്റെ പരിചയത്തിന്റെ കുട്ടിയല്ല. ആ സമയം ആ കുട്ടി പറഞ്ഞൊരു വാക്കാട്, ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അത്തരം കഴിക്കാൻ കഴിയുന്നില്ല. സുബ്ഹാനല്ലാഹ്, നമുക്ക് അല്ലാഹു തആല നൽകിയതായ അനുഗ്രഹം നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അല്ലാഹു തആല നമുക്ക് നല്ല രൂപത്തിൽ ആസ്വദിക്കാനുള്ള എല്ലാ രുചി നോക്കാനും അതിനെ മണത്തറിയാനുള്ള എല്ലാ നിലക്കുള്ള കഴിവും തന്നു. എത്ര കുഞ്ഞു മക്കളുണ്ട് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല, ഡയാലിസിസ് ചെയ്യപ്പെടുന്ന കുട്ടികളുണ്ട്. അതുപോലെ തന്നെ
കിഡ്നിയുടെയും ഹാർട്ടിന്റെയും പേര് പറഞ്ഞ് അതിൻ്റെതായ പേരിൽ പ്രയാസം അനുഭവിക്കുന്ന പിഞ്ചു കിടാങ്ങളുണ്ട്. ഒരു നേരത്തിന്റെ ഭക്ഷണം പോലും ആസ്വദിക്കാൻ കഴിയാത്ത എത്രയെത്ര മക്കളാ. സുഭിക്ഷമായ ഭക്ഷണം നമ്മുടെ മക്കൾക്ക് നാം നൽകുന്നവരാണ്. അതേസമയം അത്തരത്തിലുള്ളതായ മക്കളും നമ്മുടെ മുമ്പിലുണ്ട് എന്ന് നാം ആലോചിക്കേണ്ടിയിരിക്കുന്നു. റബ്ബ് നമുക്ക് എത്ര തന്നിട്ടും നമുക്ക് മതിയാകുന്നില്ലയല്ലേ? എത്ര ആളുകളുണ്ട് പ്രയാസങ്ങളിൽ ഓരോ ദിവസങ്ങളും നീക്കുന്നവര്, അവർക്കാരുമില്ല. എത്ര യതീമുകളുണ്ട് ഇതുവരേക്കും ആശ്രയിച്ചതായ തന്റേതായ പിതാവിന്റെ മരണം. ആ മരണത്തിന് ശേഷം ഈ കുട്ടി ഭക്ഷണം കഴിക്കുന്നു, വസ്ത്രം ധരിക്കുന്നു എങ്കിലും സുഭിക്ഷമായ ഭക്ഷണമോ നല്ല രൂപത്തിലുള്ള വസ്ത്രമോ ധരിക്കാൻ കഴിയുന്നില്ല. ആരെയെങ്കിലും ആശ്രയിക്കണം, പാപ്പാന്ന് വിളിക്കാൻ ആളില്ല. കഷ്ടത്തിന് വേണ്ടി സമാധാനം പറയാൻ പാപ്പയില്ല. ആ രൂപത്തിലൂടെ കഴിയുന്ന എത്ര പൊന്നു മക്കളുണ്ട്. അല്ലാഹു തആല അവർക്ക് നല്ല ജീവിതം നൽകുമാരാകട്ടെ. നമ്മുടെ മക്കൾക്ക് അല്ലാഹു തആല ആഫിയത്ത് പ്രദാനം ചെയ്യുമാരാകട്ടെ. നമുക്കെല്ലാവർക്കും അല്ലാഹു ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വരുന്നത് വാളിന്റെ മജ്‌ലിസുകള് ഇന്ന് ശോചനീയമായ അവസ്ഥകളാ കണ്ടുവരുന്നത്. പലയിടങ്ങളിലും വാളിന്റെ സദസ്സ് ദിവസങ്ങൾ വെട്ടി ചുരുക്കി ഒരു ദിവസത്തിലേക്ക് മാറ്റി. പലയിടങ്ങളിൽ ആ കാര്യങ്ങളൊക്കെ നീക്കി തള്ളിവെച്ച് പല ഗാനങ്ങളുടേതായ മജ്‌ലിസാക്കി മാറ്റുന്നു. ആളുകൾക്ക് താല്പര്യം അത്തരത്തിലാണ്. ഒരു 2 ഉപദേശം കേട്ടാൽ ഈമാൻ വർദ്ധിക്കുമെന്നല്ലേ പറഞ്ഞ് എനിക്കും അത് ഉപകരിക്കും, കേൾക്കുന്ന നിങ്ങൾക്കും ഉപകരിക്കും. പക്ഷേ മനസ്സിന്റെ നീയത്തല്ലേ, ആ നീയത്താണ് ഒരു മനുഷ്യനിക്ക് വേണ്ടത്. ഒരു മനുഷ്യൻ എന്താണോ കരുതുന്നത് അതവനിക്ക് ലഭിക്കുമെന്നും ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, ഏതൊരു അമലും സ്വീകാര്യമാകുന്നത് അവന്റെ നീയത്തിന്റെ തോതനുസരിച്ചാണ് എന്ന് ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മുടെ ജീവിതങ്ങൾ ഞങ്ങൾ മാറ്റിവെക്കുന്നവരാ. ആ മക്കളുടെ ഇബാദത്തിന്റെ കാര്യമൊന്ന് ഞങ്ങൾ ചിന്തിക്കണേ. അതെ, ഞാനൊരു ലേഖനം കണ്ടു. നമ്മുടെ തൊട്ടടുത്തതായ ഒരുപാട് കോളേജ് ക്യാമ്പസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ കുന്ന് പ്രദേശങ്ങളിൽ ചുറ്റിക്കറങ്ങുകയാ. MDM വർദ്ധിച്ച കാലമാ. ഈ സഹോദരിക്കറിയില്ല ഇതിന്റെ അനന്തരഫലം. തന്റേതായ സഹപാഠിയുടെ കൂടെ പോയി ഏതെങ്കിലും ഒരുവനിൽ നിന്ന് സ്വായത്തമാക്കി അതിന് അഡിക്ഷനായി പോകുന്ന വർത്തമാന കാലമല്ലേ. ഞാനും നിങ്ങളും ഞങ്ങളുടെ മക്കളെ കുറിച്ച് ആലോചിക്കണം. എന്റെ മകൾ അങ്ങനത്തെവളല്ല, എന്റെ മകൻ അത്തരക്കാരനല്ല എന്നും പറഞ്ഞ് മകന്റെ പോരിശ കൊണ്ട് അമ്മാനം പറയാൻ ആയിട്ടില്ല രക്ഷിതാക്കളെ. സ്വന്തം ഞങ്ങളുടെ മക്കളാണ് തോന്നിവാസങ്ങളും തമ്മാടിത്തരങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും നിസ്സാര കാര്യമല്ലേ, അത് വലിയ സാരമുള്ളതല്ലോ എന്നും പറഞ്ഞ് അതിനെക്കുറിച്ച് വലിയ മൈൻഡാക്കി എടുക്കാതെ നെവർ മൈൻഡ് ജീവിതം നടത്തുമെങ്കിൽ അതിന്റെ അനന്തരഫലം ദുനിയാവിൽ കൊയ്തെടുക്കേണ്ടി വരും. മാത്രമല്ല, പരലോകത്ത് റബ്ബിനടുത്ത് ആ ഒരു ദിവസമുണ്ട്, ആരും ആരെയും കൂട്ടാക്കാത്ത ദിനം. ആ ദിവസത്തിൽ നമ്മുടെ മക്കളെ ഞങ്ങൾ മുമ്പിൽ കണ്ടാലും മക്കൾ ഞങ്ങൾക്ക് വേണ്ടി കൂട്ടിന് നിൽക്കാത്ത മക്കൾക്ക് ഞങ്ങളുടെ ഭാഗത്തിൽ നിന്നൊരു ഉപകാരവും നൽകാൻ പറ്റാത്തൊരു കോടതി. ആ സമയത്ത് വിജയം പ്രാപിക്കാൻ നമ്മുടെ മക്കളെ യഥാർത്ഥമായ ദീനിന്റെ പന്താവിലൂടെ അടിയുറച്ചു നിൽക്കുന്നവരാക്കാൻ ഞാനും നിങ്ങളും സദാ ശ്രമിക്കണമെന്ന് ഈ സമയത്ത് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാ. നമ്മുടെ മദ്രസകളിൽ പഠിച്ചു വരുന്ന വിദ്യാർത്ഥികൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രോത്സാഹിപ്പിക്കുന്ന നല്ലവരായി എല്ലാവരും മാറേണ്ടിയിരിക്കുന്നു. അൽഹംദുലില്ലാഹ്, പല ആളുകളും ഇവിടുന്ന് പഠിച്ചിരുന്ന ഓൾഡ് സ്റ്റുഡൻസ് ആയി മാറിയവരുണ്ട്. മുൻകാലഘട്ടങ്ങളിൽ ഇവിടെ 7ഉം 8ഉം ക്ലാസ്സുകളിൽ പഠിച്ച ആളുകൾ ഇന്ന് വിദേശത്തിൽ ജോലിയെടുക്കുന്നവരുണ്ട്. അൽഹംദുലില്ലാഹ്, പലപ്പോഴും വിളിച്ച് ഞങ്ങളുടേതായ സുഖദുഃഖങ്ങളെ കുറിച്ച് അവർ ചോദിക്കാറുണ്ട്. വലിയ സന്തോഷമുണ്ട് അത്തരത്തിലുള്ള മക്കള്. അല്ലാഹു തആല അവരുടെ കച്ചവടങ്ങളിലും ഏർപ്പാടുകളിലും വലിയ അഭിവൃദ്ധി നൽകുമാരാകട്ടെ.